ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ എക്കോപോണിക്സ് ആണ്. എക്കോപോണിക്സിൽ നമ്മൾ എന്ത് നടന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച? നമ്മളുടെ തക്കാളി തൈ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ മണ്ണിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നട്ട് കഴിഞ്ഞു. എല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമുക്കിന്ന് എക്കോപോണിക്സിൻ്റെ ഒരു ഭാഗം, അതായത് ഫുൾ ഗ്രോ ബെഡ് അല്ല, ഫുൾ ഗ്രോ ബെഡിലേക്ക് നടാനുള്ള ചെടികൾ നമ്മൾക്കുണ്ട്. പക്ഷെ നമ്മൾ നടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീനുകൾ, എക്കോപോണിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം അറിയുണ്ടാവും, ഞാൻ തന്നെ പറഞ്ഞിട്ട് അറിയാൻ തോന്നുന്നുണ്ട്. ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ മീനെ വളർത്തിയിട്ട് അതിൻ്റെ വേസ്റ്റിൽ നിന്ന് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ പിന്നെ എന്തൊക്കെയോ അതിൻ്റെ കുറേ സയൻറ്റിഫിക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് അറിയായിരുന്നു. ഇത് ചെയ്യണ സമയമുണ്ടല്ലോ, ഈ എക്കോപോണിക്സ് വെക്കണ സമയം, ആ സമയത്തൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ മറന്നുപോയി. അമോണിയ പിന്നെന്താ നൈട്രേറ്റ് ആവണു, ചെടികൾ നൈട്രേറ്റോ ഒക്കെ വലിച്ചെടുത്ത് വളരുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറന്നുപോയി. ഇപ്പോൾ നമുക്കറിയാം, ടാങ്കിൽ നമ്മൾ ഫിഷിനെ ഹൈ ഡെൻസിറ്റിയിൽ ഇടണു, ചെടികൾ വെക്കണു, അവരുടെ വേസ്റ്റിൽ നിന്ന് ഇവർ വലുതായി വരുന്നു ചെടികൾ. ഓക്കെ, അത്ര കാര്യമാണ് ഇപ്പോൾ അറിയണുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ടാങ്കിൽ 400 മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ തിലാപ്പിയായിരുന്നു. അത് നമ്മൾ പിടിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 50 എണ്ണത്തിന് 75 എണ്ണം, അത്രയൊക്കെ 50ഓ 75ഓ അതിൻ്റെ ഇടയിലുള്ള മീനുകൾ മാത്രമാണ് ഉള്ളത്. അപ്പം അവരുടെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ചെടികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ എക്കോപോണിക്സിൽ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രേയിലാണ് നമുക്ക് തൈകളൊക്കെ കിട്ടുള്ളൂ. ആ ട്രേന്ന് എടുത്ത് നമ്മൾ അതിലുള്ള ആ വേരിലുള്ള മണ്ണുകൾ, പിന്നെ അതൊക്കെ നന്നായി കളഞ്ഞ് ആ വൈറ്റ് വേരുകൾ മാത്രം വെക്കാൻ പാടുള്ളൂ. എത്ര നന്നായിട്ട് നമ്മളത് വേരുകൾ ക്ലീൻ ആക്കണോ അത്രയും നന്നായിട്ട് നമ്മൾ, അതായത് ഗ്രോ ബെഡിൽ നമുക്ക് മണ്ണ് എന്ന് പറഞ്ഞ സാധനമില്ല, ചകിരിച്ചോറില്ല, ഒന്നുമില്ല. ജസ്റ്റ് വെള്ളത്തിലാണ് അവർ വളരുന്നത്. അപ്പോൾ അതിൽ മണ്ണ് കുറച്ച് പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫംഗസ് ബാധ വരാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് വേര് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര നന്നായി ക്ലീൻ ആക്കണോ അത്രയും നന്നായി ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ഗ്രോ ബെഡിൽ ഇത് കുഴിച്ചിടാൻ. ഏത് ചെടിയാണെങ്കിലും അത് മാത്രമാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് അവർക്ക് വലിച്ചെടുക്കാൻ, അതായത് അത്യാവശ്യം നന്നായി വളം വലിച്ചെടുത്താലാണ് ഇവർ നന്നായി നല്ല ഗ്രോത്തോടുകൂടെ വളരുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള പോഷകമാണ് ആ വെള്ളത്തിൽ ചെടികൾക്കുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ തക്കാളി മാത്രമാണ് നടന്നത്. അതും പകുതി, നമ്മളുടെ 16 ഗ്രോ ബെഡാണുള്ളത് ആ ഒരു വീപ്പയുടെ. അപ്പോൾ അതിൽ നിന്ന് 8 എണ്ണമാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 8 എണ്ണം നമ്മൾ അവിടെ മാറ്റി നമ്മളുടെ അഡീനിയം വെച്ചിട്ടുണ്ട്, അതവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തുണ്ടായിരുന്ന, നമ്മളിപ്പോൾ നടാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തുണ്ടായിരുന്ന ബൊഗൈൻവില്ല എടുത്ത് മാറ്റി ക്ലീനാക്കി ഗ്രോ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രോ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ തോന്നുന്നു, മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിട്ടിരിക്കുന്നത് ബേബി മെറ്റലാണ്. അപ്പോൾ ബേബി മെറ്റലിൽ നമ്മൾ ചെടികൾ കുഴിച്ചിടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഈ ഒരു ആയുധം ആവശ്യമുള്ളൂ. ഈ മണ്ണ് മാന്തല്ല, ഇങ്ങനെ മണ്ണ് തന്നെ നമ്മളിങ്ങനെ പുല്ലൊക്കെ മാന്തണ ആ ഒരു ഇതുണ്ടല്ലോ, ഇളക്കണത്, ആ ഒരു ഇത്. കാരണം നമ്മൾ കൈ കൊണ്ട് മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബേബി മെറ്റൽ മൊത്തമായിട്ട് കിട്ടുകയില്ല, പിന്നെ നമുക്ക് നന്നായി വേനെടുക്കും. അപ്പോൾ ഈ ഒരു ഇതുണ്ടെങ്കിൽ നന്നായി ഇതാക്കി നമുക്ക് ചെടികൾ കുഴിച്ചിടാം. അപ്പോൾ ഒരു നിശ്ചിത ഗ്യാപ്പിലാണ് ഇടുന്നത്. അതായത് ഒരു ഗ്രോ ബെഡിൽ, അതായത് ഒരു വീപ്പയുടെ പകുതിയിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ട് അത്രേ പറ്റുള്ളൂ. കാരണം ഇവർ വലുതായി കഴിഞ്ഞാൽ, തക്കാളിയാണല്ലോ, പിന്നെ അങ്ങനെ കുറച്ച് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ അനുഭവം കേട്ടോ. ഇപ്രാവശ്യം എന്താവും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും ഇതിങ്ങനെ വെറുതെ എടുക്കണാണുമ്പോൾ നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത്, പൈസ മാത്രമല്ല, നമ്മൾ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഈൽഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ്. പക്ഷെ അത്ര നന്നായിട്ട് വരുമെന്ന് ഈ പറഞ്ഞമാതിരി സംശയമാണ്. കാരണം ഈ മീനുകളുടെ കുറവുണ്ട്.
പിന്നെ പുതിയ മീനുകൾ എന്താ വാങ്ങിച്ചിടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മീനുകൾ ഇപ്പോൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ള മീനുകൾക്ക് ചിലപ്പോൾ ഫംഗസ് ബാധ വരും. കാരണം നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണല്ലോ മീനുകൾ. ഇപ്പോൾ സാധാരണഗതിയിൽ തന്നെ നമ്മളൊരു 400 മീനെ കൊണ്ടിട്ടാൽ നമുക്ക് 300, 320 മാക്സിമം കിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറേ ചത്തു പോകും. 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനെ ചത്ത പൊന്തി തുടങ്ങും. എന്നിട്ട് ഒരു ലെവൽ എത്തുമ്പോഴാണ് ഇതൊന്നും നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ വിശേഷം. അപ്പോൾ നമ്മളുടെ തക്കാളി തൈ ഒക്കെ നട്ട് കഴിഞ്ഞു. പിന്നെ 2 ഗ്രോ ബെഡിൽ ഞാൻ ചീരയാണ് നടണത്. ചീരയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. പച്ചച്ചീരയും പിന്നെ ചുമന്ന ചീരയും. പിന്നെ നമ്മൾ സുന്ദരി ചീര നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അത് മുളച്ചു, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതെല്ലാം താഴെയാണ് ഞാൻ നട്ടിരിക്കണത്. അത് കാണിക്കാം പിന്നെ അടുത്തൊരു വീഡിയോയിൽ. അത് ഇത്തിരി വലുതായി വന്നിട്ടുണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട്. അപ്പോൾ ഇതിൽ 2 ഗ്രോ ബെഡിൽ ഒരെണ്ണത്തിൽ റെഡും ഒരെണ്ണത്തിൽ ഗ്രീൻ ചീരയുടെ വിത്താണ്. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അക്വാപോണിക്സ് എന്ന് പറയുന്നത് ലീഫി വെജിറ്റബിൾസിനാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. മുന്നേ ഞാൻ വീഡിയോ ഇട്ടതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നന്നായി ചീരയൊക്കെ നന്നായി ഉണ്ടായി വരും, പെട്ടെന്ന് അത് വലുതാവുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാവി ഇട്ടാൽ മതി. പിന്നെ അവർ ആ ഇതിൻ്റെ ബേബി മെറ്റലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ താഴേക്ക് പോയി അവരങ്ങനെ തന്നെ വളർന്നു വന്നോളൂ. കാരണം 24 hours അല്ല കേട്ടോ, സാധാരണ 24 hours വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇത് കുറച്ച് ഇതുകളല്ലുള്ളൂ. രാവിലെ ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പമ്പ് ഓഫ് ചെയ്യും. അപ്പോൾ അത്രയും നേരത്തെ ഉള്ള വർക്കിങ്ങേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ. പിന്നെന്താ, ഇടയിൽ 1-2 വെണ്ടകൾ ഞാൻ പറഞ്ഞില്ലേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയാണെങ്കിലും വഴുതിനയാണെങ്കിലും. പക്ഷെ വഴുതിന എനിക്ക് ഇതിൽ എക്കോപോണിക്സിൽ അത്ര നന്നായിട്ട് വരില്ല. വെണ്ട പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ട അത് കാരണം നട്ടിട്ടുണ്ട്. ഒരു 1-2 വെണ്ട, ബാക്കിയുള്ളതും ഇതിൽ നട്ടു. വഴുതിന് എന്തായാലും ഞാൻ അപ്പുറത്ത് തന്നെ കൊണ്ട് നടുകയാണ്. അതൊന്നും പോയില്ല, എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പൂവാണെങ്കിൽ ആ സ്ഥലത്ത് നടാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിളകും ഇതുപോലെ തന്നെ ബാലൻസ് വെച്ച് 2-3 മിളകുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ സിറാ മിളക് തന്നെ. മിളക് നന്നായി ഉണ്ടാവും എക്കോപോണിക്സിൽ. നിങ്ങൾ ഏത് എക്കോപോണിക്സിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ നമുക്ക് കാണാൻ പറ്റും മിളക്, സിറാ മിളകൊക്കെ ഇങ്ങനെ കൊലയായിട്ടുണ്ടാവണതും. അതുപോലെ തക്കാളി, വെണ്ടയൊക്കെ ഉണ്ട്. വഴുതനയും കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ശരിയാവണില്ല അത്. അതുപോലെ തന്നെ ഏറ്റവും സ്പീഡിൽ സ്പ്രെഡായി കിട്ടുന്നതാണ് നമ്മളുടെ പുതിന. നന്നായി പെട്ടെന്ന് അത് വലുതാവും, ചീര വലുതാവണ പോലെ തന്നെ. കാട് പിടിച്ചിട്ട് എപ്പോഴും ഞാനിത് അങ്ങനെ പറിച്ച് കളയാറാ പതിവ്. അപ്പോൾ നമ്മളെല്ലാതും ഒരുവിധം എല്ലാതും നട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു തക്കാളി ഒരുവിധം എല്ലാതും ഇതിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്ത് കഴിയുന്നുണ്ട്. ഒരു 15 എണ്ണമൊക്കെ നട്ടിട്ടുണ്ട്, 16 എണ്ണമൊക്കെ നട്ടിട്ടുണ്ട്. 4 എണ്ണം മാത്രമാണ് ബാക്കി വെച്ചിട്ടുള്ളത്. ആ 4 എണ്ണം ഗ്രോ ബെഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണം നടാനായിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ കുറച്ച് വിത്തുകൾ നമ്മൾ പാവിണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നോക്കാം. പിന്നെ നമ്മളുടെ ചീരയൊക്കെ പാവിയില്ലേ, ഇപ്പോൾ ഗ്രോ ബെഡിൽ പാവിയത്, അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ്. ഒരാഴ്ചയായിട്ടുണ്ടെന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കണില്ല ഞാൻ. അപ്പോൾ അതാ കണ്ട നമ്മളുടെ പയർ ട്രേയിൽ പാവിയ പയറൊക്കെ നല്ല ഉഷാറായിട്ട് വലുതായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ പിന്നെന്തുണ്ട്, കൈപ്പയ്ക്ക, പാവയ്ക്ക, പിന്നെന്തായിരുന്നു പടവലം. അതൊക്കെ പാവയ്ക്കൊക്കെ 5 എണ്ണോ 4 എണ്ണോ പാവിണ്ടായിരുന്നു. പക്ഷെ അതിലാകെ 2 എണ്ണമാണ് മുളച്ചത്. അപ്പം അങ്ങനെയൊക്കെ മുളച്ചത്. അതുപോലെ എന്തായിരുന്നു പടവലങ്ങയും ഇതുപോലെ തന്നെ 2 എണ്ണമൊക്കെ മുളച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അതായത് നമ്മുടെ മല്ലിയിലയൊക്കെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് ഇതായി വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ജിഫി ബാഗിൽ വെച്ചത് ഞാൻ പറഞ്ഞില്ല, അന്ന് ചാണകവെള്ളം കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. കാരണം ജിഫി ബാഗിൽ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇങ്ങനെ ഉഷാറില്ലാണ്ടിരിക്കുകയായിരുന്നു. ആകെ കരിഞ്ഞ പോലെ ചാണകവെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ സൂപ്പറായി. അതായത് അപ്പോൾ അതിൻ്റെ വളത്തിൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ് അതങ്ങനെ നിന്നത്. കണ്ടില്ലേ നമ്മുടെ ചീരകൾ ജസ്റ്റ് വിത്ത് ഇങ്ങനെ പാവിട്ടുണ്ടായിരുന്നുള്ളൂ. അവരിങ്ങനെ ചെറുത് കുഞ്ഞായിട്ട് ഇങ്ങനെ മുളച്ച് നിറയെ, ചില സ്ഥലത്തൊക്കെ കൂടുതലായിട്ടുണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ട്. പിന്നെ നമ്മളുടെ വെള്ളം ഇങ്ങനെ വീഴുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോയിട്ടുണ്ടാവും. ഇത് നമ്മളുടെ പച്ചച്ചീര. അപ്പോൾ 2 ഗ്രോ ബെഡിലുള്ളതും നന്നായി എല്ലാം എന്താ പറയുക പിടിച്ചു വന്നിട്ടുണ്ട്, എല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവർ പെട്ടെന്ന് വലുതാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ അടുത്തടുത്തല്ലേ ഇരിക്കണത്, വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇടയിൽനിന്ന് പറിച്ച് വേണമെങ്കിൽ താഴെ വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഗ്രോ ബെഡിൽ തന്നെ മാറ്റി വെക്കാം. കണ്ടോ നമ്മുടെ മൂവാണ്ടൻ പൂത്തത് കഴിഞ്ഞ ഇതിൽ കാണിച്ചില്ലേ, ഇപ്പോൾ അത് ചെറിയ കുഞ്ഞു മാങ്ങയുണ്ടായി. മാങ്ങയൊന്നുമല്ല, കണ്ണിമാങ്ങ. അതൊക്കെ കൊഴിഞ്ഞു പോവുള്ളൂ കേട്ടോ. എന്നാലും ഒരു സന്തോഷത്തിന് കാണിച്ചെന്ന് മാത്രം.
പിന്നെ നമ്മളുടെ ചെട്ടുമല്ലി ഓണത്തിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ. ഞാൻ മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ല, ഓണത്തിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. മിസ്സായി പോയ കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ കൂട്ടി ഘടിപ്പിച്ച് സെറ്റാക്കിയതാണ്. ഇതിൽ നമ്മളുടെ എന്തായിരുന്നു നമ്മളിവിടെ നട്ടിട്ടുണ്ടായിരുന്ന വെണ്ടയും മിളകും എന്നിട്ട് മറ്റേ വയലറ്റ് മിളകൊക്കെ നട്ടതൊക്കെയാണ്. മഴയാണല്ലോ, കണ്ടില്ലേ മഴ വന്നിട്ട് ഉള്ള ഇതുകൾ. അപ്പോൾ ആ മഴ വന്നതിൻ്റെ എന്താ പറയുക, അവരുടെ തടത്തിലൊക്കെ നിറയെ വെള്ളം കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിൽ കഴിഞ്ഞ വീഡിയോയിലത്തെ നമ്മളുടെ മിളകുകൾ. അപ്പോൾ പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ആ അറ്റത്ത് കണ്ട കുഴി കുഴിച്ച് വെച്ചിരിക്കണത്, അവിടെ നമുക്ക് നമ്മളുടെ പയർ നടണം. കാരണം പയറിന് നമുക്ക് പടർത്താനായിട്ട് പന്തലോ കാര്യങ്ങളോ ഒന്നും എന്തായാലും ചെയ്യാനുള്ള സ്ഥലം നമ്മൾക്കില്ല. ഒരു പന്തൽ വെച്ച് അങ്ങനെ നല്ല വെയിലും കാര്യങ്ങളും വേണം. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ ഗ്രില്ലുണ്ടല്ലോ, അതുമ്മ മോളിൽ നിന്ന് കയർ കെട്ടിയിട്ട് ഈ പയറിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പയറിന് പിടിച്ച് കയറാം. അപ്പോൾ അങ്ങനെ നമുക്ക് പയറിനൊരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ നമ്മളുടെ ട്രേന്ന് എടുക്കുമ്പോൾ നോക്കിയോളൂ കേട്ടോ. ട്രേന്ന് നമ്മൾ ശരിക്കും വാങ്ങിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക അതേപോലെ അത്രയും എന്താ പറയുക റൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ പയറൊക്കെ കിട്ടുന്നത്. പയറെന്നല്ല, നമ്മളുടെ പോട്ടിങ് മിക്സ് വെച്ചത്. അപ്പോൾ നമുക്കും അതായത് നഴ്സറിയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ കറക്റ്റ് ആ ഒരു പോട്ടിങ് മിക്സിലും ആ ഒരു ഗ്രോത്തിലും എനർജിയിലൊക്കെ നമുക്കും നമ്മളുടെ വിത്തുകളെ പാവിയെടുക്കാം. പക്ഷേ വിത്തുകൾ നല്ലതായിരിക്കണം കേട്ടോ, എന്നാലും ഇനി നല്ലതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ പയറുകൾ നടണം. പയറുകൾ നടുന്നത് എനിക്കറിയില്ല, ചിലപ്പോൾ മിസ്സായി പോയിണ്ടാവും, ഇതിൽ കാണാനില്ല. അപ്പോൾ അത് നട്ടിട്ടുള്ളതിൻ്റെ അപ്ഡേറ്റൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ എന്താ വേറെ, പിന്നെ നമ്മളുടെ സ്ഥിരം മിക്കപ്പോഴും നമ്മളുടെ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തിന് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. കുറേ മിളകുകൾ അത് ഞാൻ പൊട്ടിച്ച് ഒരിക്കലും വെക്കാറില്ല. ആവശ്യത്തിന് പിറ്റേ ദിവസം എന്താണ് കറി വെക്കണമെന്ന് ആലോചിച്ചിട്ട് അതിനുള്ളത് മാത്രം പൊട്ടിക്കാറുള്ളൂ കേട്ടോ. മിളകുകളുടെ കാര്യമാണ് പറയണത്. ഇപ്പോൾ കുറച്ച് വഴുതിനങ്ങ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴുതിനങ്ങ ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ തോരൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി വഴുതനങ്ങ നമുക്കൊരു ഇപ്പോൾ നമ്മളതിൽ 3 ടൈപ്പ് ഉണ്ട്. ഒരു ഗ്രീൻ ഉണ്ട്, പിന്നെ ഗ്രീൻ മാത്രമുള്ളത്, പിന്നെ ഉള്ളത് നമ്മളുടെ ഒരു വയലറ്റും വൈറ്റ് സ്ട്രൈപ്സ്, പിന്നെ വയലറ്റ്. അതാണ് നമ്മളുടെ വഴുതനങ്ങയുടെ കളക്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമ്മളുടെ എല്ലാ ചെടികളുടെയും നമ്മൾ നട്ടിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് അപ്ഡേറ്റ്സ് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.